Yes. Hello, friends. സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സിസ്റ്ററാരിയസ് എന്ന ഒരു സിറ്റിയിലാണുള്ളത്. എൻ്റെ കൂട്ടുകാരൻ ആൻഡ്രൂ ഉണ്ട്. അതെ അതെ. ഹലോ പറയൂ, സുഖമാണോ? വിശേഷം? Hello friends, സുഖമാണ്. And what else? എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? That's right. Okay, very good. So ഇവിടെ വളരെ ഒരു ചെറിയ സിറ്റി ആണെങ്കിലും റോഡ് സൈഡിൽ കുറേ പൂച്ചട്ടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. നമ്മളൊരു മനോഹരമായ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവുകയാണ്. സോ വളരെ വളരെ തമാശ എൻജോയ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരനാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗാർഡൻ ചെറിയ ഗാർഡൻ ആണെങ്കിലും വളരെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് ഈ സീസണിൽ പൂക്കണ പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ഉള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ലേക്ക് കൂടെ ഉണ്ട്. വളരെ വലിയൊരു ലേക്കാണ്. റൈറ്റ്? Yes. Okay, we can go to that lake side, right? Yep. Okay. നമ്മളിങ്ങനെ നടന്ന് അടുത്തുള്ള ലേക്കിൻ്റെ കരയിലേക്ക് പോവാം. ഇവിടെ പാലക്കാട് മലമ്പുഴയിൽ നമ്മുടെ ഈ ഗാർഡനിലൂടെയൊക്കെ നടന്ന ഒരു ഓർമ്മകൾ ഈ ഭാഗത്ത് നടക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചെറിയ പാർക്കുകളും അതുപോലെ ചെറിയ ലേക്ക് ആണെങ്കിലും അതിൻ്റെ സൈഡിലൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ബേർഡ്സ് ഒക്കെ നോക്കൂ, വളരെ ഫ്രണ്ട്ലിയാണ്, ആളുകളോട് ഫ്രണ്ട്ലിയാണ്. വളരെ അവരുടെ കയ്യിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഒരു 2 സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവർ ബേർഡ്സിന് ഫീഡ് ചെയ്യുന്നുണ്ട്, പ്രാവുകൾക്ക്. വളരെ മനോഹരമായിട്ട് റോഡുകളാണെങ്കിൽ ഇവിടെ മണൽ ഇട്ടിട്ടുണ്ട്. ഇരുവശത്തും നല്ല പുല്ലുകളാണെങ്കിലും സെൻറ്ററിലൂടെ മണൽ ഇട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാം. ജോലി കഴിഞ്ഞ് വരുന്നവർക്കും അല്ലാതെ വെക്കേഷൻ ടൈമിലുള്ളവർക്കെല്ലാം റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് വലിയൊരു ചർച്ച് കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം
ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ഇവിടെയുള്ളൊരു ചർച്ചിൻ്റെ ചെറിയൊരു കുഞ്ഞു ചർച്ച്, പ്രെയർ പ്ലേസ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ട്. അവിടെയാണെങ്കിലും ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തോ റഷ്യനിൽ എഴുതിയിട്ടുണ്ട്, കൂടുതൽ വായിക്കാൻ അറിയില്ല എനിക്ക്, എങ്കിലും അറിയുന്നവർക്ക് വായിക്കാം. ചർച്ചിൽ വരുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള, ചെറിയ കുട്ടികളാകുമ്പോൾ പാരൻസിൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ളൊരു ചെറിയൊരു സംവിധാനം കൂടെ ഇവിടെയുണ്ട്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വളരെ മനോഹരമായിട്ട് പൂക്കളുമുണ്ട്, പൂച്ചട്ടികളുമുണ്ട് അലങ്കരിച്ചിരിക്കുന്ന. അതിനൊപ്പം തന്നെ ചുറ്റും ഇരിക്കാനൊരു സൗകര്യം. ഇവിടെ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു പൂ. ഓ, മനോഹരമായിട്ടൊരു ഫ്ലവർ ഷോ നടക്കുന്നത് പോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇത് ഇവിടെയുള്ളൊരു പബ്ലിക് പൈപ്പ് ടാപ്പാണ്. നോക്കൂ, ഇതെങ്ങനെയാണ് വർക്കാവണമെന്ന്. പ്രസ് ചെയ്യാണ് ഇതിലൂടെ വെള്ളം. നമ്മുടെ നാട്ടിലുള്ളത് പോലെ, പക്ഷേ ഒരു വ്യത്യസ്തമായ രീതി. ഇവിടെ ടെമ്പറേച്ചർ 29 ഡിഗ്രിയാണ്. അപ്പോൾ തന്നെ ചൂടായി തുടങ്ങി. റഷ്യക്കാർക്ക് അത് പറ്റണില്ല ഈ ചൂട്, അതുകൊണ്ട് തലയൊക്കൊന്ന് നനയ്ക്കുകയാണ്. യെസ്, ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെയുള്ളൊരു വീട് ആണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വിൻ്റർ സമയത്ത് സ്നോ ഫോളിങ്, മഞ്ഞിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റൂഫിംഗ് സിസ്റ്റം വളരെ വ്യത്യാസമാണ്. ആരോ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും വളരെ മനോഹരമായിട്ട് ഗാർഡൻ അവർ സെറ്റ് ചെയ്തു. ചെറിയ രീതിയിലുള്ള പൂച്ചെടികളും അടുത്ത ഒരു മനോഹരമായ പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. പാർക്കിൻ്റെ എൻട്രൻസിലാണ്. വാവ്, നൈസ്. ഇന്ന് ഡേ ഓഫ് ആയതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇറങ്ങി ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് തോന്നുകയാണെങ്കിലും എല്ലാം ഒറിജിനലാണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് പൂക്കളൊക്കെ ഇപ്പം തന്നെ പൂത്തു. വിൻ്ററിന് ശേഷം ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മെയിൻ സെൻറ്റ് പീറ്റർ
ബർഗ് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടുള്ള വേറെ ഒരു സിറ്റിയാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഭാഗം തന്നെയാണ്. ഈ പ്രദേശത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ ഫ്ലാറ്റൊക്കെ പുറത്ത് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് 1 കോടി രൂപയോളം ഉണ്ട് 2 റൂമൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് എടുക്കാൻ ഈ ഭാഗത്ത്. ഇനി അങ്ങോട്ട് സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഫ്ലാറ്റിന് പൈസ കൂടും. പാർക്കിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അവർക്ക് കളിക്കാൻ വേണ്ട സാധനങ്ങളും കുറേ പാരൻസ് അവരുടെ കുട്ടികളുമായിട്ട് വന്ന് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും നാച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റിലാക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പാർക്കുകളും ഫോറസ്റ്റ് ബീച്ച് സൈഡാണ് കൂടുതൽ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പഴക്കം ചെന്നൊരു മരമുണ്ട്. അത് കുറച്ച് കേട് പറ്റിയിട്ട്, പക്ഷെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പാർക്കിലുള്ള അതോറിറ്റീസ് ചെയ്തിരിക്കുന്ന സെറ്റിംഗ് ആണ് വളരെ മനോഹരമായിട്ട്. ഏത് സമയത്ത് വേണമെങ്കിലും വീഴാം എന്ന കണ്ടീഷനിലുണ്ടായിരുന്നപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്ത് വളരെ നന്നായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് ഇതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. പ്രകൃതി സ്നേഹികളായ ആളുകൾ നൈസ്. നമ്മൾ ഈ പാർക്കിൽ നടന്ന് ഇതിൻ്റെ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വലിയ ഒരു ബീച്ചിൻ്റെ ഭാഗം ഇവിടെ ഓപ്പണായി. നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനൊരു രസകരമായൊരു സംഭവം എല്ലാവിടെയും കാണാൻ പറ്റും. അതിപ്പോൾ റഷ്യയിലുണ്ട് അല്ലെ, കല്ലുകൾ ഇങ്ങനെ അടുക്കണ ഒരു പരിപാടി. ഇത് എന്തിനാണ് നാട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് അറിയില്ല. ടൈം പാസിനാണോ? ഇത് കുറച്ചല്ല, വളരെ വലിയൊരു ഏരിയ തന്നെ ഇതിനു വേണ്ടി ആൾക്കാർ ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പുറകിൽ ബാൾട്ടിക് സീ, അതിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. ഇവിടെ പാർക്കിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സംഭവം പണിത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ മുൻപ് ഈ ബാൾട്ടിക് സീയിൽ നിന്നും വരുന്ന എനിമികളെ അല്ലെങ്കിൽ കൊള്ളക്കാരാണെങ്കിലോ ആരെയോ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് കോട്ട പണിത പോലെ ഒരു ചെറിയൊരു സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കടലിൽ നിന്ന് വരുന്ന ആൾക്കാരെ. സോ അതിനുവേണ്ടി 1941 എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് റഷ്യൻ ഭാഷയിൽ എഴുതിയതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്
പറഞ്ഞ ബാൾട്ടിക് സീ. ഇവിടെ താഴെ കാണാൻ പറ്റും സോവിയറ്റ് യൂണിയൻ്റെ പഴയ ഫ്ലാഗിലെ ആ സ്റ്റാർ. നമ്മൾ നേരത്തെ കണ്ട ഒരു മരം പോലെ ഇതൊരു മരം. ഇതിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ ഈ മരം പൊട്ടിപ്പോവാതിരിക്കാൻ ഒരു വീക്കായ അതിൻ്റെ ബ്രാഞ്ചിനെ താങ്ങി നിൽക്കാൻ ഇവിടെ റഷ്യക്കാർ ചെയ്തിട്ടുള്ളൊരു സംവിധാനം. ഒരു ബലമുള്ള ശാഖയിൽ ഇനി ഒടിഞ്ഞ അല്ലെങ്കിൽ വീക്കായതിനെ കണക്ട് ചെയ്തിരിക്കുന്നൊരു സംവിധാനം. ഇതൊക്കെ ഫോറസ്റ്റ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. സെസ്ട്രാരിയസ്കിലെ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ദ ചർച്ച് ഓഫ് പൗൾ ആൻഡ് പീറ്റർ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, ഞാൻ വൈഡ് ആംഗിൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണത്. ഓക്കെ, ലെറ്റ്സ് സീ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. പീറ്റേഴ്സ്ബർഗിൽ ഒരുപാട് ചർച്ചസ്, കാത്തഡ്രൽസ് ഉള്ളൊരു സ്ഥലമാണ്.